ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. പക്ഷെ ചില ഗ്ലൂട്ടാത്തയോൺ ബ്രാൻഡുകൾ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്, മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. വേറൊന്നുമല്ല, ഗ്ലൂട്ടാത്തയോണിൻ്റെ കാര്യം തന്നെയാണ്. നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് അത് യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ്. അപ്പം ഇത് യൂസ് ചെയ്യുന്നവർക്ക് പലപ്പോഴും പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇതിൻ്റെ എന്താ പോസിറ്റീവ് ബെനഫിറ്റ്സ് മാത്രമേ നമ്മളോട് ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയത്തുള്ളൂ. അവരൊരിക്കലും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് പറഞ്ഞു തരത്തില്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് പറയാൻ വേണ്ട. കാരണം അതറിയാതെ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക്, ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് 600 mg ഗ്ലൂട്ടാത്തയോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഒന്ന് ശരിക്കൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 600 mg കഴിക്കാൻ പാടില്ല. 250 to ഒരു 500 mg വരെയാണ് മാക്സിമം കഴിക്കാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് തന്നെ അപകടമാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ് ഇത് കഴിക്കരുതെന്ന്. പക്ഷെ എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ കഴിക്കരുതെന്ന് പറഞ്ഞു, ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളെങ്കിലും എൻ്റെ തെറ്റ് നിങ്ങളെങ്കിലും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന പോലെ ഇതിൻ്റെ ബെനഫിറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് അവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട്. ഈ ബ്രാൻഡുകൾ അവർക്ക് പൈസ കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ഇതൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ആരെങ്കിലും പൈസ തരുന്നുണ്ടോ? നമുക്കിത് കഴിച്ച് വല്ലതും പറ്റി കഴിഞ്ഞാൽ ആരെങ്കിലും പൈസ തരുമോ? ഇല്ല. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് നോക്കുക, കേട്ടല്ലോ. അപ്പോൾ ഞാൻ ബെനഫിറ്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, അതാണ് ഞാൻ താഴോട്ട് നോക്കുന്നത്. ഓക്കെ, വേറൊന്നുമല്ല, ബെനിഫിറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആൻറ്റി ഏജിങ് ഉണ്ട്, സപ്പോർട്ട്സ് ഇമ്മ്യൂണിറ്റി, ഡീടോക്സിഫൈസ് അവർ ബോഡി, എസ്പെഷ്യലി ദ ലിവർ. മനസ്സിലായല്ലോ, ലിവർ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ലിവറിന് വേറെ തട്ടുകേടൊന്നും സംഭവിക്കത്തില്ല. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ എല്ലാം പറ്റിയെങ്കിലേ ഉള്ളൂ. സ്കിൻ ബെനിഫിറ്റ്സ് ഉണ്ട്, ലൈക്ക് റെഡ്യൂസിങ് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെന്റേഷൻ, ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചർ ആൻഡ് ബ്രൈറ്റനിങ്. ബ്രൈറ്റനിങ് ഒരു ഇതിൽ കിടക്കുക. ചിലർക്കേ ബ്രൈറ്റനിങ് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും ഈ സാധനം നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബ്രൈറ്റനിങ്ങിൻ്റെ കേസ് നമുക്ക് അത്ര അങ്ങോട്ട് കൺവിൻസിങ് അല്ല. ആർക്കും അത് അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. ആക്ച്വലി ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന സാധനം സ്കിൻ ബ്രൈറ്റനിങ്ങിന് ആൾക്കാർ യൂസ് ചെയ്യാൻ തന്നെ കാരണം, 1-2 ലിവർ ഡിസീസിന് ഈ സാധനം ചികിത്സിച്ച സമയത്ത് ഇത് സ്കിൻ ബ്രൈറ്റനിങ് ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലാതെ ഇത് ക്ലിനിക്കലി പ്രൂവൺ ഒന്നും അല്ല. ടെക്നിക്കലി എങ്ങനെയോ ഇത് സെറ്റായി കിട്ടി. അപ്പോൾ ചക്ക ഇട്ടപ്പോൾ മുയൽ കത്തു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. പിന്നെ സൈഡ് എഫക്ട്സ്: നോഷ്യ, ബ്ലോട്ടിംഗ്, ക്രാംസ്, ഡയറിയ, ഹെഡ് ഏക്ക് ആൻഡ് ഡിസീനസ് ചിലപ്പോഴേ വരത്തുള്ളൂ. ഹെഡ് ഏക്ക് ഓർ ഡിസിനെസ് ആണ്, സോറി, മാറിപ്പോയതാ. അപ്പം ഇതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്താ, ഛർദ്ദിക്കാൻ വരിക, അതുപോലെ തന്നെ ഗ്യാസ് കെട്ടുക, അതുപോലെ തന്നെ നമുക്ക് വയറ്റുവേദന എടുക്കുക, ഡയറിയ, ഹെഡ് ഏക്ക്, തലവേദന. ഞാനിപ്പോൾ ഒരു ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു സപ്ലിമെൻ്റ് എടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. അതോ രാവിലെ എണീറ്റതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. തലവേദനയുണ്ട്. നമുക്ക് എല്ലാത്തിനും അങ്ങനെ നെഗറ്റീവായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ, എന്തോ പറയാതിരിക്കാൻ പറ്റത്തില്ല. അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്, സ്കിൻ റാഷ്, ഇച്ചിങ്, അതുപോലെ തന്നെ സ്വെല്ലിങ്, റെയർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്. മനസ്സിലായി കാണുമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ലോങ് ടേം യൂസിന് ഈ സാധനം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോ സിങ്ക് ലെവലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ബോഡിയിലുള്ള സിങ്കിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് ഇങ്ങ് കുത്തനെ ഇടിഞ്ഞു വീഴും. അപ്പം സൂക്ഷിക്കുക അതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 250 mg to 300 mg ആണ് മാക്സിമം കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതോ, ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം ഏത് ബ്രാൻഡാണ്. 600 mg ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല, പകുതി ഇൻഫ്ലുവൻസേഴ്സും അതാണ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് യൂസ് ചെയ്യണോ വേണ്ടയോ. പിന്നെ ഇത് ഈ പറഞ്ഞ 250 mg to 500 mg പോലും നമുക്ക് ഷോർട്ട് ടേം യൂസിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ലോങ് ടേമിന് ഇതൊന്നും അവരാരും സജസ്റ്റ് ചെയ്ത് തരുന്നില്ല. ലൈഫ് ലോങ് ഇത് കഴിക്കാൻ പറ്റത്തില്ല. ഒരു 4 മാസം അടുപ്പിച്ച് സാധനം കഴിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നോക്കിയും കണ്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും കഴിച്ചുകൊണ്ട് ഈ ലോകത്ത് തന്നെ നിൽക്കാം. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവുകയും ചെയ്യാം. ഗ്ലൂട്ടാത്തയോൺ കഴിക്കുന്നവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മനസ്സിലായോ? വെറുതെ അടങ്ങിയിരിക്കണ്ട. ചില ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. അവരല്ല നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മളാ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.